എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം പയ്യന്നൂർ ടൗണിലാണുള്ളത്. ഇന്നലെ നടന്ന വോട്ടെണ്ണലിൽ, പാർലമെന്ററി നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണലിൽ ഉജ്ജ്വല വിജയം നേടിയ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് സ്വീകരണം പയ്യന്നൂർ ടൗണിൽ സ്വീകരണം നൽകുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാസർഗോഡ് ഇന്ന് വീണ്ടും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ വൻ വിജയം സമ്മാനിച്ച മുഴുവൻ വോട്ടർമാരോടും UDF നന്ദി അറിയിക്കുകയാണ്. ഇനിയുള്ള കാലങ്ങളിലും ജനകീയനായ MP ആയി കാസർഗോഡുകാർക്കൊപ്പം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ട ജനങ്ങൾക്ക് UDF ഉറപ്പ് നൽകുകയാണ്. ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നിങ്ങൾ ഓരോരുത്തരോടും നന്ദി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിലുടനീളം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശക്തനായ വക്താവും പ്രയോക്താവുമായി നിറഞ്ഞു നിന്ന് 2019 കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അത്ഭുത വിജയം കാഴ്ചവെച്ച ജനകീയ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ വീണ്ടും കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും വിജയിപ്പിച്ച പ്രിയപ്പെട്ട വോട്ടർമാർക്ക് സ്നേഹപൂർവ്വം UDF നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഒരാളായി, നിങ്ങളോടൊപ്പം ജനകീയനായ നേതാവായി, ജനകീയ MP ആയി എന്നും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടാകുമെന്ന് UDF ഉറപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നന്ദി നന്ദി നന്ദി. പ്രിയമുള്ളവരെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലായി, കരുത്തായി, കരുതലായി വീണ്ടും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ലോകസഭയിലേക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയായി നാട്ടുകാരോടൊപ്പം നിറഞ്ഞുനിന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ എല്ലാ വോട്ടർമാരോടും സ്നേഹവും UDF നന്ദി അറിയിക്കുകയാണ്. റോഡില് ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ വരുന്ന നമ്മൾക്കറിയാം, ആ ഇൻട്രോ പറയുന്ന സമയത്താണ് അനൗൺസ്മെന്റ് വന്നത്. നമ്മുടെ ഇന്നലെയാണ് പാർലമെന്ററി നിയോജക മണ്ഡലത്തിലെ റിസൾട്ട് വന്നത്. കഴിഞ്ഞ തവണ അത്ഭുത വിജയം നേടിയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന് ഈ തെരഞ്ഞെടുപ്പിലും തന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിലേറെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നത് വലിയൊരു നേട്ടമാണ്. അത് UDF അണികൾക്ക് ഉണ്ടാക്കിയ സന്തോഷം വർണ്ണനാതീതമാണ്. നമ്മുടെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ 7 പാർലമെന്ററി നിയോജക മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 5ലും ഉന്നതമായ ഭൂരിപക്ഷം നേടിയിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും MP ആയിട്ട് തെരഞ്ഞെടുത്തുള്ളത്. പയ്യന്നൂർ, അതുപോലെ തന്നെ കല്യാശ്ശേരി മണ്ഡലത്തില് വളരെ നാമമാത്രമായ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി MP ബാലകൃഷ്ണൻ മാസ്റ്റർക്കുള്ളത് എന്ന കാര്യവും നമ്മൾ കാണണം. പാർട്ടി വോട്ട്, പിന്നെ നിഷ്പക്ഷ വോട്ട് മാത്രമല്ല, പാർട്ടി വോട്ട് തന്നെ വലിയ രീതിയിൽ നഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മുടെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. വലിയ രീതിയിലുള്ള പരിശോധന ഈ ഇലക്ഷൻ LDF ആവശ്യപ്പെടുന്നുണ്ട്. വലിയ രീതിയിലുള്ള തിരുത്തൽ നടപടികൾ, പിന്നെ പാർട്ടി വോട്ടുകളടക്കം വലിയ രീതിയിൽ ചോർന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ LDF നടത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ വലിയ രീതിയിലുള്ള ആവേശമാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ ഉന്നതമായ വിജയമാണ് പിന്നെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയത് എന്നത് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല.
ഈ നാടിന്റെ കർമ്മധീരനായ സാരി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചരിത്രം ഉറങ്ങുന്ന പയ്യന്നൂരിന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. പയ്യന്നൂരിന്റെ രാഷ്ട്രീയവീതികളെ പുളകമണിയിച്ചുകൊണ്ട് നമ്മുടെ ജനനായകൻ കാസർഗോഡിന്റെ പ്രിയപുത്രൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വഴിനീളെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിൽ കടന്നു വരികയാണ്. അടുത്ത സ്വീകരണ കേന്ദ്രമായ പെരുമ്പ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന ആവേശോജ്വലമായ സ്വീകരണത്തിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച കാസർഗോഡിന്റെ ജനനായകൻ, ഈ നാടിന്റെ കർമ്മധീരനായ സാരഥി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ വാഹനത്തിൽ കടന്നു വരികയാണ്. ചരിത്രമുറങ്ങുന്ന പയ്യന്നൂരിന്റെ രാജ്യവീതികളിലൂടെ ജനാധിപത്യ വിശ്വാസികളായ നല്ലവരായ വോട്ടർമാരെ നേരിട്ട് കാണുവാനും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങുവാനും പ്രിയപ്പെട്ടവരെ, കാസർഗോഡിന്റെ ജനനായകൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പയ്യന്നൂരിന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. അനുഗ്രഹിക്കുവിൻ, ആശീർവദിക്കുവിൻ. നല്ലവരായ ജനാധിപത്യ വിശ്വാസികളായ അമ്മ പെങ്ങന്മാരെ, സഹോദരിമാരെ, തൊഴിലാളികളെ, ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാരെ നേരിട്ട് കാണുവാനും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങുവാനും നിങ്ങളോട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, കാസർഗോഡിന്റെ ജനനായകൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ വാഹനത്തിൽ കടന്നു വരികയാണ്. ചരിത്രമുറങ്ങുന്ന പയ്യന്നൂരിന്റെ രാജ്യവീതികളിലൂടെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുവൻ, ആശീർവദിക്കുവൻ. പ്രിയപ്പെട്ടവരെ, 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിച്ച കാസർഗോഡിന്റെ ജനനായകൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പയ്യന്നൂരിന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. വഴിനീള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ, അമ്മ പെങ്ങന്മാരുടെ, സഹോദരിമാരുടെ, തൊഴിലാളികളുടെ, ജനാധിപത്യ വിശ്വാസികളായ നല്ലവരായ വോട്ടർമാരെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് പയ്യന്നൂരിന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. പയ്യന്നൂരിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ നേരിട്ട് കാണുവാനും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങുവാൻ പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ കർമ്മധീരനായ സാരഥി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ വാഹനത്തിൽ കടന്നു വരികയാണ്. നിങ്ങളോട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, 1 ലക്ഷത്തിലധികം വോട്ടിൽ വിജയിച്ച കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിച്ച കാസർഗോഡിന്റെ ജനനായകൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ വാഹനത്തിൽ കടന്നു വരികയാണ്. വഴിനീളെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ നേരിട്ട് കാണുവാനും നിങ്ങളോട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഈ നാടിന്റെ കർമ്മധീരനായ സാരഥി രാജ്മോഹൻ ഉണ്ണിത്താൻ MP പയ്യന്നൂരിന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. അനുഗ്രഹിക്കുവൻ, ആശീർവദിക്കുവൻ. പ്രിയപ്പെട്ടവരെ, വഴിനീള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച് കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിച്ച കാസർഗോഡിന്റെ ജനനായകൻ, നമ്മളുടെ ജനനായകൻ, ഈ നാടിന്റെ കർമ്മധീരനായ ജനനായകൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ വാഹനത്തിൽ കടന്നു വരികയാണ്. പയ്യന്നൂരിന്റെ മണ്ണിലേക്ക് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ നേരിട്ട് കാണുവാനും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങുവാൻ പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ കർമ്മധീരനായ സാരഥി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ വാഹനത്തിൽ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുവിൻ, ആശീർവദിക്കുവിൻ. വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ
CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായ കാസർഗോഡ് നിയോജക മണ്ഡലത്തില് വലിയ ഒരു തരത്തിലുള്ള വിജയം നേടിയെടുക്കാൻ, അത്ഭുത വിജയം നേടിയെടുക്കാൻ വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഇലക്ഷനിലും ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ജനങ്ങളുടെ വലിയ വിശ്വാസം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് തന്നെയാണ് നമ്മുടെ വോട്ടെടുപ്പിന്റെ ഫലം തെളിയിക്കുന്നത്. വലിയ വിജയമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിട്ടുള്ളത്. CPM-ന്റെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും കടന്നു കയറാനും അവരുടെ വോട്ട് ഷെയർ ഗണ്യമായി കുറക്കാനും 7 നിയമസഭാ മണ്ഡലത്തില് 2 മണ്ഡലത്തിൽ നാമമാത്രമായ ഭൂരിപക്ഷത്തിലേക്ക് പയ്യന്നൂരിൽ 13,000-ൽ പരം വോട്ടിനും അതുപോലെ തന്നെ കല്യാശ്ശേരിയില് 1000-ൽ ചില്ലറ വോട്ടിനും മാത്രമാണ് LDF സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കമുണ്ടായത് എന്ന് പറയുമ്പോൾ CPM-നും അതുപോലെ തന്നെ LDF-നും ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന്റെ ആഴം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വലിയ വിജയം തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന കാസർഗോഡിന്റെ ജനപ്രതിനിധി നേടിയിട്ടുള്ളത്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഉജ്ജ്വല വിജയം നേടാൻ വേണ്ടിയിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ സാധിച്ചിട്ടുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലും നിന്ന് ആളുകൾ ഷോപ്പിന്റെ മുകളിലും അതുപോലെ തന്നെ റോഡ് സൈഡിൽ നിന്ന് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകുന്നത്. അദ്ദേഹത്തിന് എന്നോട് കുശലൻ പറയാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ടാറ്റ പറയാനും വേണ്ടി നമ്മുടെ ആളുകൾ തയ്യാറാവുന്നു എന്ന കാര്യം നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. ഇത് വലിയൊരു ഉന്നതമായ വിജയം നേടിയ UDF-നെയും അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെയും അഭിനന്ദിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന കാര്യം അടിവരയിട്ട് പറയാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറാവുന്നു. ഈ ഉജ്ജ്വല പോരാട്ടത്തിൽ വലിയ രീതിയിൽ മുന്നേറാൻ വേണ്ടിയിട്ട് UDF-ന് കാസർഗോഡ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധിച്ചിട്ടുണ്ട്. അത് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം ഒട്ടും കുറച്ച് കാണാൻ വേണ്ടിയും ഒരു രാഷ്ട്രീയ നിരീക്ഷകനും സാധിക്കില്ല എന്ന കാര്യവും ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിന്റെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായ രീതിയിൽ ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP-ക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പച്ചവെളിച്ചം നിർത്തുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും അഭിവാദ്യങ്ങൾ.